ശ്രീ എം എ ബേബി, രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ നിതാന്തമായ ശ്രമം, ഇടത് എം പിമാരടക്കമുള്ള നേതാക്കന്മാർ അവിടെ പോകുന്നു, ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലടക്കം. അതിൻ്റെയൊക്കെ ശ്രമങ്ങൾക്കൊടുവിൽ ഇതാ കന്യാസ്ത്രീമാർക്ക് ജാമ്യം. ഇത് ഈ കന്യാസ്ത്രീമാരോട് വളരെ ഹീനമായ നിയമവിരുദ്ധമായ ഒരു സമീപനമാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, BJPയുടെ നേതൃത്വത്തിലുള്ള ഛത്തീസ്ഗഡ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രെയിനിലെ ടിക്കറ്റ് എക്സാമിനറാണ് വിളിച്ച് ബജരംഗദളിന്റെ ആളുകളെ അറിയിച്ചിട്ട് അവർ വന്ന് ആൾക്കൂട്ട വിചാരണ നടത്തിയത്. ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു ഈ കന്യാസ്ത്രീകൾക്കും അവരോടൊപ്പം യാത്ര ചെയ്തവർക്കും. സ്വന്തം സമ്മതപ്രകാരം കന്യാസ്ത്രീകളോടൊപ്പം യാത്ര ചെയ്തവർക്കും അവരുടെ യാത്ര തുടരാൻ കഴിഞ്ഞില്ല. അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവർ ജയിലിലടയ്ക്കപ്പെട്ടു. അപ്പൊ ഭരണഘടന ഉറപ്പ് ചെയ്യുന്ന വിശ്വസിക്കാനും യാത്ര ചെയ്യാനും ജോലി ചേരാനും എല്ലാമുള്ള അവകാശങ്ങളാണ് ഈ BJP ഗവൺമെന്റ് ഛത്തീസ്ഗഡിൽ ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് തിരസ്കരിച്ചത്. അതിനെതിരായിട്ട് ഇടതുപക്ഷം ശക്തമായിട്ട് നിലപാടെടുത്തു. ഇടതുപക്ഷം മാത്രമല്ല, നമ്മൾ വസ്തുതാപരമായിട്ട് കാണണം, മതേതര ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാകെ പൗരസ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്നവർ ഒന്നടങ്കം ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു. BJPയും BJP അനുകൂലികളായ പാർട്ടികളും ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിച്ചു. LDF എംപിമാരുടെ ടീം പോയി, UDF എംപിമാരുടെ ടീം പോയി. LDF ആണെങ്കിൽ LDFന്റെ വനിതാ നേതാക്കന്മാർ അവിടെ പോയി. ബൃന്ദ കാരാട്ട് പോയി, ആനി രാജ പോയി. ഇപ്പോ PK ശ്രീമതി ടീച്ചറും CS സുജാതയും CPMന്റെ 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്, മഹിളാ അസോസിയേഷൻ നേതാക്കന്മാരാണ്, മുൻ MPമാരാണ്. ശ്രീമതി ടീച്ചർ മുൻ മന്ത്രിയാണ്. അപ്പോ അവിടെ എത്തിയ നേതൃനിരയെ നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒട്ടനവധി പേർ അവിടെ ഉണ്ടായിരുന്നു. MPമാരായിട്ടുള്ള K രാധാകൃഷ്ണൻ, A റഹീം, അതുപോലെ തന്നെ സന്തോഷ്, പിന്നെ ജോസ് K മാണി, ഇപ്പൊ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം വീണ്ടും പോയിട്ടുണ്ട്, സന്തോഷ് കുമാർ പോയിട്ടുണ്ട്, ജോസ് K മാണി വീണ്ടും പോയിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ പാർട്ടികളുടെ ഇടപെടലുണ്ടായി, ജനപ്രതിനിധികളുടെ ഇടപെടലുണ്ടായി. പാർലമെന്റ് അംഗങ്ങൾ കൂട്ടായി ആഭ്യന്തരമന്ത്രിയെ കണ്ട് ശക്തമായി അവരുടെ വികാരം അറിയിച്ചു. കേരളത്തിൽ ഉടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കന്യാസ്ത്രീകളും വൈദികരും ഉൾപ്പെടെയുള്ളവർ മുദ്രാവാക്യം വിളിച്ച് സമരരംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ശക്തമായ പ്രതിഷേധം, മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും. അപ്പൊ കൂട്ടായ ഒരു ഇടപെടലിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും സാംസ്കാരിക സമൂഹവും ഒരുമിച്ച് പ്രതിഷേധിച്ചു. അപ്പോ ശക്തമായി പ്രതിഷേധിച്ചാൽ അതിന്റെ ഫലമുണ്ടാവും എന്നുകൂടി ഈ കന്യാസ്ത്രീമാരുടെ ഇപ്പോഴത്തെ മോചനം നമ്മളെ അറിയിക്കുകയാണ്. മുമ്പ് അവിടെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ആ സമയത്തും ഛത്തീസ്ഗഡ് സന്ദർശിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ എന്തായാലും ഈ അധ്യായം ജനങ്ങളുടെ ഇടപെടലിന്റെ ഒരു വിജയമായിട്ടാണ് മാറിയിരിക്കുന്നത്. പക്ഷെ നിതാന്തമായ ജാഗ്രത നമ്മുടെ ഭാഗത്ത് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ കേസ് റദ്ദാക്കുകയാണ് വേണ്ടിയിരുന്നത്. ഇവരെ മോചിപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല, നിയമവിരുദ്ധമായി എടുത്തിട്ടുള്ള കേസ് റദ്ദാക്കണം. ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റ് മാപ്പ് പറയണം, ഈ കന്യാസ്ത്രീകളോടും ജനങ്ങളോടും മാപ്പ് പറയണം. ഇത്രയും കാര്യങ്ങളെങ്കിലും അവർ ചെയ്യേണ്ടതാണ്. തീർച്ചയായും അതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. കാരണം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 26-ഉം 19-ഉം ഫ്രീഡം ഓഫ് ട്രാവലിംഗും ഒക്കെ ഉറപ്പ് നൽകുന്നതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. അതും ബജ്രംഗ് ദൾ പോലെയുള്ള ഒരു സംഘത്തിന്റെ സമ്മർദ്ദത്തിന് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ വഴങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ആയുധമായി വർത്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ താൽക്കാലിക ആശ്വാസമുണ്ട്, ജാമ്യം ലഭിച്ചു, ശരിയാണ്. പക്ഷേ കേസ് റദ്ദാക്കി ഇവർ മാപ്പ് പറയണം. അത് മാത്രമല്ല, ഇടതുപക്ഷ MPമാർ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഗൂഢാലോചനകൾക്ക്, ഈ മാനിപ്പുലേഷന് കൂട്ടുനിന്നവർക്കെതിരെ തങ്ങൾ കേസിന് പോകും എന്നും സന്തോഷ് കുമാർ അടക്കമുള്ള, ബ്രിട്ടാസ് അടക്കമുള്ള MPമാർ പറയുകയും ചെയ്തു. ശ്രീ എം എ ബേബി, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന്, എത്ര ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് BJP ഗവൺമെന്റുകൾ പെരുമാറുന്നത് എന്ന് പലതവണ നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിൽ കണ്ടതാണ്,
മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങളിലും കണ്ടതാണ്. ഹിന്ദുക്കൾ, ചിന്തകന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ടുള്ള ഹിന്ദുമത വിശ്വാസികൾ അവർ RSSനും BJPക്കും എതിരായാൽ അതിനെതിരെയും ഇവർ നീങ്ങും. കൽബുർഗിയെ കൊന്നു, പൻസാരയെ കൊന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഈ ഹിന്ദു വർഗീയവാദവും ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രവണതകളും ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നിതാന്ത ജാഗ്രത ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് ഈ പാഠം. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.